മനോഹരമായൊരു കടൽ തീരം. അതെ, ജിപ്മർ പോണ്ടിച്ചേരി. നീറ്റ് 2024 രാജ്യത്തെ 25 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ആദ്യത്തെ 250 ഓൾ ഇന്ത്യ റാങ്കിനകത്ത് പ്രവേശനം നേടിയ നമ്മുടെ ബ്രില്യന്റിൽ പഠിച്ച നമ്മുടെ മക്കളെ കാണാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നീറ്റ് 2025 ജിപ്മർ മെഡിക്കൽ കോളേജിൽ ലക്ഷ്യം വെക്കുന്ന അനേകം വിദ്യാർത്ഥികളാണ് ബ്രില്യൻ ക്യാമ്പസിലുള്ളത്. നമുക്ക് ഈ മക്കൾ വന്നിട്ട് അറിയാം, നമുക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും നമ്മുടെ മക്കളിൽ നിന്ന് തന്നെ ജിപ്മർ പോണ്ടിച്ചേരിയുടെ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് മുഹമ്മദ് സൽസിയം. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്കൊരു MBBS എന്ന് പറഞ്ഞൊരു ഡ്രീം ആയിരുന്നു. അപ്പം ഇവിടെ വന്ന് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക, അതെല്ലാം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അതെല്ലാം ഒരു ഡ്രീം ആയിരുന്നു. അപ്പം പക്ഷേ ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു ക്ലിനിക്സിലോ അങ്ങനെ ഒരു നമുക്ക് എക്സ്പോഷർ ഉണ്ടാവില്ല എന്നാണ് കേട്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പം നമുക്ക് വീക്കിലി ഒരു ഡേ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ ഏതെങ്കിലും OPD കൊണ്ടുപോകും, കുറേ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ സീനിയേഴ്സ് എല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ നമുക്ക് അത്യാവശ്യം പേഷ്യൻസിനെല്ലാം കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഏകദേശം 6000-ഓളം പേഷ്യൻസ് ഓരോ ദിവസം വരുന്നൊരു വലിയൊരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം എല്ലാത്തരം രോഗങ്ങളും ഇവിടെ നമ്മൾക്ക് കാണുന്നുണ്ട്. അതായത് നമ്മൾ തിയറിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാണും. പിന്നെ പറയുന്നത് ഇവിടുത്തെ അക്കാഡമിക്സും എല്ലാം ഭയങ്കര ഗ്രേറ്റ് ആണ്. അതായത് ഇപ്പം അധികം നമ്മളെ മെഡിക്കൽ ബുക്സിൻ്റെ ഓതേഴ്സാണ് നമുക്കിവിടെ പ്രൊഫസേഴ്സായിട്ട് വരുന്നത്. അതുപോലെ നമുക്കിവിടെ കുറേ ഫെസ്റ്റിവൽ നടക്കും. അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പോൾ ഏപ്രിൽ ഒരു കൊണൈസൻസ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് വരുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിസർച്ച് ഫെസ്റ്റ് ആണ്. അതിലിപ്പം വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ അത്രയും വർക്ക്ഷോപ്പ് വേറെ ഒരു കോളേജിലും ഇന്ത്യയിലില്ല. പിന്നെ അതിൽ തന്നെ നമുക്ക് കുറേ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും. അതായത് നമ്മളിപ്പം ഇനി ഭാവിയിൽ, അതായത് 3rd 4th അങ്ങനത്തെ ഇയേഴ്സിൽ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടും. പിന്നെ കുറേ റിസർച്ചിൻ്റെ കുറേ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതായത് അധിക കോളേജിലും ഇല്ലാത്ത പോലെ ഇവിടെ നമുക്ക് UGയിൽ ഫസ്റ്റ് ഇയർ തൊട്ട് റിസർച്ചിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ICMRൻ്റെ സ്കോളർഷിപ്പും അതുപോലെ തന്നെ ജിപ്മറിലെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഇവിടെ GJ സ്ട്രോസ് എന്ന് പറഞ്ഞൊരു റിസർച്ചിൻ്റെ സ്കോളർഷിപ്പെല്ലാം ഉണ്ട്. അപ്പം അക്കാഡമിക്കൽ നോക്കിയാലും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ നോക്കിയാലും ജിപ്മർ ഒരു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ജലീഷ ബബനു, വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഞാൻ ജിപ്മറിൽ എത്തിയ സമയത്ത് ആദ്യം ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം നമുക്കറിയില്ല, പുതിയ സ്ഥലം, പുതിയ ക്യാമ്പസ്, ആളുകൾ പല സ്ഥലത്തും. അതായത് ഇവിടെ തമിഴ്നാടുകാർ മാത്രമല്ല പുറത്തുനിന്നുള്ളവരും ഉണ്ട്. പിന്നെ ലാംഗ്വേജ്, അപ്പോൾ നമുക്ക് പിന്നെ ഫുഡ്, അതൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ഓരോരുത്തരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ക്യാമ്പസിന്റെ ആ ഒരു ഇതറിയത്തുള്ളൂ. എന്താ പറയാ, പറയാൻ പറ്റാത്തൊരു സംഭവം ഉണ്ട്. പിന്നെ കുറേ പേര്, അതായത് നമ്മൾ മലയാളീസിന്റെ അത്ര തോനെ ഉണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ ഭയങ്കര കൂട്ടായ ഒരു ഗ്യാങ് ഫോം ചെയ്തു. പിന്നെ അതുമല്ല, നമ്മുടെ നാട്ടിലെ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മല്ലൂസാ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത പറയുമ്പോൾ മലയാളീസ് മാത്രമല്ല, ആന്ധ്രക്കാര്, തെലുങ്കാന, മഹാരാഷ്ട്ര, ബീഹാർ, പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡിഫറെന്റ് കൾച്ചറിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാ. തുടക്കത്തിൽ നമുക്കൊരു പ്രയാസം തോന്നിയാലും പിന്നീട് പക്ക അടിപൊളിയാ. എൻ്റെ ടേബിളിൽ, നമ്മുടെ ഡിസെക്ഷൻ ടേബിളിലുള്ളവരൊക്കെ അധികവും ഈ തെലുങ്കാന, ആന്ധ്ര, തമിഴ്നാട് അവിടെ നിന്നുള്ളവരാ. അപ്പൊ നമ്മൾ ഭയങ്കര കമ്പനിയാ. അപ്പൊ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ പേര് ആദിത്യ സജീവൻ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജിപ്മറിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അത് എന്താ പറയുക, പണ്ട് ഫ്രഞ്ച് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത ചെറിയൊരു ആശുപത്രിയായിരുന്നു ജിപ്മർ എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഏകദേശം 200 കൊല്ലം മുന്നേ ഫ്രഞ്ച് ഇവിടെ കോളനൈസ് ചെയ്തപ്പം കെട്ടിപ്പടുത്ത ഒരു ആശുപത്രിയാണ്. അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തൊരു വലിയൊരു, ഇത്രയും ഏകദേശം 200 ഏക്കറോളം സ്പാൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, അത്രയും അടിപൊളിയായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി കൊണ്ടുവന്നു. അപ്പം നമ്മുടെ 200 ഏക്കറിനകത്ത് നമുക്ക് കുറേ ബിൽഡിങ്സ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, OPD ഉണ്ട്, IPD ഉണ്ട്, പിന്നെ കുറേ വീടുകളുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു വലിയൊരു എന്താ പറയുക, ഒരു റിച്ച് ആയിട്ടുള്ള കൾച്ചറാണ് ശരിക്കും നമുക്ക് ജിപ്മറിൽ ഉള്ളത്. ഒരു ഫ്രഞ്ചിനൊരു ടിഞ്ച് ഉണ്ട് ശരിക്കും ജിപ്മറിന്. നമ്മുടെ പോണ്ടിച്ചേരി നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫ്രഞ്ച് ആ ഒരു ഇതിലാണ്, ഇവിടെ ഒരു തീമിലാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. അപ്പം നമ്മുടെ വൈറ്റ് ഔട്ടിൽ പോവുകയാണെങ്കിലും അപ്പം അത്രയും വെറൈറ്റി ആയിട്ടൊരു കൾച്ചറാണ് നമുക്ക് ജിപ്മറിൽ കിട്ടുന്നത്. എൻ്റെ പേര് അഗ്നേഷ് അജയ്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ കേരളം അതുപോലെ മലയാളം ഒക്കെ മിസ് ചെയ്യുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജിപ്മറിലെ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിരുന്നു. ഓരോ ബാച്ചിൽ തന്നെയും കുറേ പേരുണ്ടായിരുന്നു ഇവിടെ. നമുക്ക് വരുമ്പോൾ തന്നെ സഹായിക്കാൻ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്കെല്ലാം എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും സഹായിച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാം. സീനിയേഴ്സൊക്കെ അവിടെ നല്ല സപ്പോർട്ടീവാണ്.
എൻ്റെ പേര് ദേവിക. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ജിപ്മറിൽ ഏതാണ്ട് ഒരു ദിവസം 6000-ഓളം പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഇന്ത്യയിൽ മറ്റൊരു കോളേജ് ഉണ്ടാവും തോന്നുന്നില്ല. അത് തന്നെയാണ് ജിപ്മറിനെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്നത്. സോ വി ആർ സോ ലക്കി ടു ബി ജിപ്മറൈറ്റ്സ്. MBBSൽ അഡ്മിഷൻ നേടുന്ന ഏതൊരു കുട്ടിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് വൈറ്റ് കോട്ട് ധരിക്കുക എന്നുള്ളത്. ഞങ്ങളിവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വൈറ്റ് കോട്ട് സെറിമണി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പാരൻസിനെ ലൈവായിട്ട് കാണാൻ പറ്റിയിരുന്നു. അത് ഒറ്റപ്പാടുള്ള ഒരു ഫീല് അത് വേറെ തന്നെ ആയിരുന്നു. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെയും നമ്മൾ ഒരു എഫേർട്ട് ഇടണം. നമ്മൾ ഡോക്ടറായി നമ്മളിൽ നിന്ന് ഒരുപാട് സഹായം തേടാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്കൊരു റെസ്പോൺസിബിൾ പേഴ്സണായി മാറിയത് നമ്മൾ ഈ വൈറ്റ് കോട്ട് ധരിച്ചപ്പോഴാണ്. ഞാൻ നന്ദു, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ജിപ്മർ ഒരു അടിപൊളി ക്യാമ്പസാണ്. പോണ്ടിച്ചേരി എന്ന സിറ്റിയിലെ ഹൃദയഭാഗത്തിനാണ് ജിപ്മർ സ്ഥിതി ചെയ്യുന്നത്. പോണ്ടിച്ചേരിയിൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് സ്പോട്ടും അതൊക്കെ ഉണ്ട്. ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ബീച്ചുണ്ട്. പിന്നെ ഹിൽ സ്റ്റേഷൻ, പിന്നെ ഫുഡ് സ്പോട്ടിന് ഇഷ്ടം പോലെ ഉണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ പറയാം. പിന്നെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ജിപ്മർ ക്യാമ്പസ് എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ്. നല്ല വൃത്തിയിലും വെടിപ്പോടെ സൂക്ഷിക്കുന്ന ക്യാമ്പസ് ആണ്. റോഡിന് 2 സൈഡിലൊക്കെ ആയിട്ട് ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലൊക്കെയാണ് ക്യാമ്പസ്. എൻ്റെ പേര് എബി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. പാലയിൽ നിന്ന് ജിപ്മറിലേക്ക് വരുമ്പോൾ വലിയൊരു വ്യത്യാസമായിരുന്നു. കാരണം പോണ്ടിച്ചേരി ഒരു പുതിയ സ്ഥലമാണ്, ജിപ്മർ ഒരു പുതിയ കോളേജാണ്. എങ്ങനെ എന്തൊക്കെ ഒന്നും അറിയില്ല. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഇവിടെ അറിയണ ഒരാൾ വേണം. അറിയുന്ന ആളെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സീനിയേഴ്സ് ആയിരുന്നു. സീനിയേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാരും സ്വന്തം ചേട്ടനും ചേച്ചി പോലെയായിരുന്നു. എല്ലാ കാര്യത്തിനും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. നമുക്കിപ്പോൾ എന്തെങ്കിലും അറിയില്ല, ഇപ്പം എങ്ങടെയെങ്കിലും പോകണം, എന്തുമൊക്കെ അവരായിരുന്നു നമ്മളെ സഹായിച്ചിരുന്നത്. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എല്ലാം കൾച്ചറൽസും സ്പോർട്സും എല്ലാ കാര്യത്തിനും അവർ നമ്മളെങ്ങനെ ഗൈഡ് ചെയ്തിരുന്നു. നമുക്ക് കറക്റ്റ് ഏതൊക്കെ സ്പോർട്സ് എങ്ങനെയൊക്കെ പോകണം. പിന്നെ ഒരു ബിഗിനർ എന്ന നിലയിൽ ഇവിടെ വന്നാൽ പോലും എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. ഇതൊക്കെ കാണിച്ചെന്ന് ഞങ്ങളുടെ സീനിയേഴ്സാണ്. അത് വളരെ ഒരു ഹെൽപ്പായിരുന്നു. പിന്നെ അടുത്ത കൊല്ലം നിങ്ങളെല്ലാവരും ഇവിടെ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ഇവിടെ കണ്ടുമുട്ടാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.